ചക്കരപ്പാടം മഴുവഞ്ചേരി നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഴക്കം ചെന്ന പാലം പുതുക്കിപ്പണിയാൻ വർഷങ്ങൾക്ക് മുൻപ് ജനപ്രതിനിധികൾ സന്ദർശിച്ച് തീരുമാനമുണ്ടായെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ആക്ഷേപം. മതിലകം കുറ്റിലക്കടവ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് മറുകരയിൽ ഉള്ളവർക്ക് എളുപ്പത്തിൽ എത്താൻ ലക്ഷ്യമിട്ടാണ് മഴുവഞ്ചേരി നടപ്പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ തൂണുകൾ പലതിനും ബലക്ഷയം വന്ന നിലയിലാണ്. സ്കൂൾ സമയത്ത് നിരവധി കുട്ടികളാണ് ഈ നടപ്പാലം വഴി സഞ്ചരിക്കാറുള്ളത്. കയ്പമംഗലം, ഇരിങ്ങാലക്കുട എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പാലത്തിന്റെ ഇരുകരകളും. നിലവിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് പാലം കടന്നു പോകുന്നവർ ഏറെ ഭയന്നാണ്. നടപ്പാലത്തിന്റെ അപകടാവസ്ഥ മൂലം പലരും ഈ മാർഗം ഉപയോഗിക്കാതെ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നത്. പെരിഞ്ഞനം, പടിയൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രദേശവാസി ശശിധരൻ മുൻ മന്ത്രി ആർ ബിന്ദുവിനും മുൻ MLA E.T. ടൈസനും പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. മുൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ആർ ബിന്ദു നിവേദനം കൈമാറുകയും ചെയ്തതായി ശശിധരന് അറിയിപ്പ് ലഭിച്ചിരുന്നു. പാലം നിർമ്മാണം സംബന്ധിച്ച് ഫണ്ടുകൾ ബന്ധപ്പെട്ട വകുപ്പ് ലഭ്യമാക്കി തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാണ്. അപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞ് പാലത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പണിതിട്ട് കാലാവധി കഴിഞ്ഞിട്ട് 10-30 വർഷം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ അടി സൈഡിൽ കമ്പി നോക്കിയാൽ അറിയാം എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള അവസ്ഥയാണ്. പിന്നെ അവിടെ മുഴുവൻ തുരുത്തിൽ ഒരു 10-20 പിള്ളേർ, പഠിക്കുന്ന പിള്ളേർ ഓത്തുള്ളിലും പോണതും മദ്രസയിൽ പോണതും ഒക്കെ ഈ വഴിക്ക് തന്നെയാണ്. അവിടെ ആശ്രയിച്ച് വരുന്ന ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടേക്കാണ് വരല്. ജോലിക്ക് പോണത്, പിന്നെ കമ്പനി പോണത്, ഉറവ് കടയിൽ പോണത്, ചന്താസി പോണ പെണ്ണുങ്ങൾ ഒക്കെ ഈ പാലത്തുമ്പിലേക്ക് ആശ്രയിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ കാണാൻ വരുമ്പോൾ കയറി നിൽക്കില്ല, മക്കളെ കയറി നിൽക്കില്ല, എപ്പോഴും വീഴുന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയിൽ നിൽക്കണം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.